CPI നേതാവ് ഇ ചന്ദ്രശേഖരൻ MLA ആക്രമിച്ച കേസിലെ CPM സാക്ഷികളുടെ കൂറുമാറ്റത്തിൽ അതൃപ്തി പരസ്യമാക്കി CPI സംസ്ഥാന നേതൃത്വം. പരിഹാസ്യമായ നിലപാടെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു. RSSകാരനായ പ്രതികളെ ഏതു വിധേനയും രക്ഷിക്കണമെന്ന നിലപാട് അപലപനീയമെന്നും പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. CPM BJP കൂട്ടുകെട്ട് ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. മുൻ മന്ത്രിയും CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ഇ ചന്ദ്രശേഖരൻ MLA ആക്രമിച്ച കേസിൽ RSS BJP പ്രവർത്തകരെ കഴിഞ്ഞ ദിവസമാണ് കോടതി വെറുതെ വിട്ടത്. സാക്ഷികളായ CPM നേതാക്കൾ കൂറുമാറിയതോടെ തെളിവുകളുടെ അഭാവത്തിൽ 12 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. CPM നേതാക്കളുടെ നടപടിയിൽ അമർഷം പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ് CPI. സത്യസന്ധമായി മൊഴി നൽകുന്നതിന് പകരം എങ്ങനെയും പ്രതികളെ രക്ഷിക്കണമെന്ന CPM ജില്ലാ പ്രാദേശിക നേതാക്കളുടെ നിലപാട് അപലപനീയമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു വിമർശിച്ചു. പ്രശ്നം CPM സംസ്ഥാന നേതൃത്വം ഗൗരവമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സംഭവത്തിൽ CPM BJP അവിഹിത ബന്ധം ആരോപിക്കുകയാണ് കോൺഗ്രസ്. CPM-ഉം BJP-യും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കുറേ നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. BJP-യും CPM-ഉം തമ്മിലുള്ള കള്ളക്കളി കേരളത്തിൽ തുടരുകയാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 2016 മെയ് 19 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു ഇ ചന്ദ്രശേഖരനെതിരെ കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ ആക്രമണമുണ്ടായത്. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം TK രവി, മടിക്കൈ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം അനിൽ ബംഗളം എന്നിവരാണ് കോടതിയിൽ മൊഴി മാറ്റിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.